എല്ലാവർക്കും നമസ്കാരം. ഞാൻ എഞ്ചിനീയർ കേശവൻ നമ്പൂതിരി. വാസ്തുവിനെ കുറിച്ചിട്ട് ചെറിയൊരു എപ്പിസോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് മുതൽ നമുക്ക് തുടങ്ങാം. നിങ്ങൾ ധാരാളം വാസ്തുവിനെ കുറിച്ച് ധാരാളം ആധികാരിക പ്രസിദ്ധീകരണങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ടാകും. വസിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവാണ് വാസ്തുവിദ്യ. പ്രധാനപ്പെട്ട വാസ്തു ഭൂമി തന്നെയാണ്. ഇന്ന് ധാരാളം പേര് ഗൃഹം പണിയാനായിട്ട് മുന്നോട്ട് ഇറങ്ങുന്നവരായിരിക്കും. ഗൃഹം പണിയാത്തവർ കുറവായിരിക്കും കേരളത്തിൽ പ്രത്യേകിച്ച്. അപ്പോൾ അതിന് ഭൂമിയെ സ്വീകരിക്കേണ്ടത് എങ്ങനെയെന്നും സ്ഥലത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഇനി വീട് പണി തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നും ഒക്കെ നമുക്ക് പരസ്പരം സംസാരിക്കാം. ഏതായാലും എന്താണ് വാസ്തു എന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ബാക്കിയൊക്കെ ചെയ്യുവാനായിട്ട്. വസതി പ്രാണനോ അത്ര ഇതി വാസ്തുശബ്ദാർത്ഥ എന്ന് പ്രമാണം. പ്രാണികൾ വസിക്കുന്ന ഇടത്തെക്കുറിച്ചുള്ള സമഗ്രമായ അറിവാണ് വാസ്തുവിദ്യ. അതുപോലെ അമർത്യാശൈവ മർത്യാശ എത്ര എത്ര വസന്തി എന്ന് മയമതം. അമർത്യന്മാരും മരണമുള്ളവരും മരണമില്ലാത്തവരൊക്കെ അവർക്കൊക്കെ താമസിക്കാനുള്ള ഇടം, അതിനെക്കുറിച്ചുള്ള സമഗ്രമായ ഒരു അറിവ്, അതാണ് വാസ്തുവിദ്യ. സഹസ്രാബ്ദങ്ങൾ പാരമ്പര്യമുള്ള ഭാരതീയ സംസ്കൃതിയുടെ ഉദാത്തമായ ഒരു സംഭാവനയാണ് വാസ്തുശാസ്ത്രം. ആധുനിക എഞ്ചിനീയറിങ്ങും സിവിൽ എഞ്ചിനീയറിങ്ങും അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ വിദ്യകളുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തിയാൽ ഒട്ടും പിറകോട്ട് പോകാത്ത നല്ലൊരു വിദ്യാശാഖയാണ് വാസ്തുവിദ്യ. നമുക്കറിയാം, ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ക്ഷേത്രങ്ങളൊക്കെ ഇന്നും യാതൊരു കേടുപാട് കൂടാതെ നിലനിൽക്കുന്നത് കാണാം. അതിൻ്റെ ടെക്നിക്കൽ എഞ്ചിനീയറിങ്, ഫൗണ്ടേഷൻ എഞ്ചിനീയറിങ്, നിർമ്മാണത്തിൻ്റെ ശൈലി, പ്രത്യേകത, ഇതെല്ലാം ആലോചിച്ച് നോക്കിയാൽ ഇന്നിപ്പോൾ ഒരു കോൺക്രീറ്റ് കെട്ടിടമാണെങ്കിൽ ഒരു 60-70 കൊല്ലം കഴിയുമ്പോൾ ജീർണാവസ്ഥ ആവും. അപ്പോൾ ഈ ക്ഷേത്രങ്ങളൊക്കെ തഞ്ചാവൂർ ബൃഹദേശ്വര ക്ഷേത്രം പോലെയുള്ള അനവധി ക്ഷേത്രങ്ങൾ, സ്റ്റോൺ ടെമ്പിൾസൊക്കെ അതിൻ്റെ ലോഡ് ബിയറിംഗ് കപ്പാസിറ്റി, ഫൗണ്ടേഷൻ്റെ ഡിസൈനിങ്, അതിൻ്റെ ഷേപ്പ് ഓഫ് ദ ബിൽഡിങ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ, ഇന്നത്തെ സിവിൽ എഞ്ചിനീയറിങ്ങുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ വാസ്തുശാസ്ത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ വാസ്തുവിനെക്കുറിച്ച് സമഗ്രമായിട്ട് ഒന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എഞ്ചിനീയർ കേശവൻ നമ്പൂതിരി നിർത്തുന്നു.